ഹലോ ഹായ്. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നല്ലേ അമ്മേ? എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. നമ്മുടെ ഓസിയമ്മ മലയാളിന്റെ ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞേ. നമ്മള് രാവിലെ ഒരു കോലുമിഠായി ഒക്കെ മേടിച്ച് രാവിലെ ഒന്ന് വഴക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ രാവിലെ ആയിട്ടേ ഉള്ളൂ. നിമിഷയ്ക്ക് 10 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പൊ ഒത്തിരി നാളായല്ലോ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് എല്ലാവരോടൊക്കെ എന്ന് കാണാലോ എന്നൊക്കെ ഓർത്തൊന്ന് വന്നതാട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാരും സുഖാന്ന് വിശ്വസിക്കുന്നു അല്ലേ? ചാച്ച ചാച്ച പറയാനുള്ള നല്ലൊരു ദിവസം അവസരമില്ല, അവസരം പ്രതീക്ഷിച്ചിരിക്കുക. അതെ 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 സത്യം. ഹാപ്പി ആയിട്ട് അവിടെ അടിച്ചു പൊളിച്ചിരിക്കുകയാട്ടോ. റീവിന് എന്നെ പറയാനുള്ള കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം കേൾക്കാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങള് പെട്ടെന്നായതുകൊണ്ട് എല്ലാം കേൾക്കാന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങള് പറയുന്നതിനനുസരിച്ച് റീവോട് എന്തൊക്കെയോ പറഞ്ഞോണ്ടാട്ടോ ഇരിക്കണേ. മക്കള് എല്ലാരും ഒന്നിച്ചിരിക്കുമ്പോ കാരണന്മാർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അവരെ മിസ് ചെയ്താലും ഞങ്ങൾ ഒരുപാട് സന്തോഷമായിട്ടിരിക്കും. അതെ, കമന്റ്സ് എല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി പേര് തിരക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് ജസ്റ്റ് ഒന്ന് കൊച്ചായിട്ടൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. പിള്ളേരെയൊക്കെ ഒന്ന് കാണാലോ. അതെ അതെ എന്നൊക്കെ ഓർത്ത് ഞങ്ങള് വീഡിയോ എടുക്കണം കേട്ടോ. നിമിഷം ഹാപ്പിയാണോ? ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? ഇച്ചാലോടെ അടിച്ചു പൊളിക്കല്ലേ അല്ലേ മിറ? ഡാഡി എന്ത് മിറ? ഡാഡ പേപ്പറിന്റെ അടുത്ത് പോയോ? എപ്പോഴാ വരുന്നത് ഡാഡാ? അറിയാവോ? നാളെ വരുമോ? റീവ് ഉമ്മ തരുവാണോ? അമ്മയ്ക്കൊരു ഉമ്മാരാവോ റീവേ? റീവ് എല്ലാവർക്കും ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഇപ്പൊ എപ്പോഴും ഉബ്ബ 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 പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവസരപ്പ് വിളിച്ചോളൂ. വിളിച്ചപ്പം മിറ ഉണ്ടായിരുന്നു. മിറയ്ക്ക് വേറെ ഒന്നുമില്ല, ഉമ്മ ഉമ്മ ഉമ്മ. ഫോണെ വന്ന് ഉമ്മ കൊടുക്കും, ഫോണായി ഉമ്മ. റീവിന് നല്ല ഉറക്കമൊക്കെ കുറവാന്നല്ലേ? ആകെപ്പാടെ ശകലം നേരം ഉറയുള്ളൂ. റീവ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കേട്ടോ. ഉറക്കമൊക്കെ വളരെ കുറവാണ്. അവൻ ഭയങ്കര തിരക്കിലാവട്ടോ. അവൻ ഏകദേശം ഇവിടെ കുറെ പണികളൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ കളിച്ചു കിടക്കും കേട്ടോ. അവന് ഒത്തിരി പണിയുണ്ട്. അവൻ എഴുന്നേറ്റ് നമ്മളിപ്പോ ചില സമയത്തൊക്കെ അവൻ അനക്കൊന്നുമില്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തോണ്ടിരിപ്പുണ്ടാവും അല്ലേ അമ്മേ? പ്രത്യേകിച്ച് ഉറങ്ങിയില്ലെങ്കിൽ നമ്മളോട് വഴക്കൊന്നുമില്ല കേട്ടോ. അവര് അവരുടേതായ ലോകത്തോട്ടേക്ക് നടന്നുള്ളൂ. അവന് വലിയ ഇതിലൊക്കെ കളിച്ചും പുറകെയൊക്കെ നടക്കും കേട്ടോ. പക്ഷെ ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാ? വാലന്റൈൻസ് ഡേ അല്ലേ? അതെ അതെ. എന്നിട്ട് ദിവസം വാലന്റൈൻസ് ഡേക്ക് അവൻ പോയൊരു സങ്കടം ഉണ്ടോ? ചെറിയ സങ്കടം. കുഴപ്പമൊന്നുമില്ല. സാരമില്ല. അവൻ പോയല്ലോ നല്ല ഒന്നാമതൊരു അമ്മായിപ്പനും അമ്മായിമ്മയും തന്നിട്ടല്ലേ പോയേക്കണേ. 2 വാഴകളെ വെച്ചിട്ടാ പോയേക്കണേ. വിടായിരുന്നു. എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞേ. ഞങ്ങളിപ്പോ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ഉദ്ദേശിച്ചല്ലോ. അതെ അതെ അതെ. നിമിഷയ്ക്ക് പോകാൻ ധൃതിയായി. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക്. ചാച്ച എന്റെ ഒരു വാലിന് ഇവിടെ ഉണ്ട്. വല്ലതും തരുന്നുണ്ട് ചാച്ച? നിനക്കല്ല, എന്റെ മാന് അവന് കെയറിംഗ് ഉണ്ടെന്നുള്ള ഇപ്പൊ മനസ്സിലായോ? ഇതേ അവന്റെ വെല്ലുവിളി കൊടുക്കാൻ പറഞ്ഞോണ്ട് അവൻ വെച്ചിട്ട് പോയതാ നേരത്തെ. മനസ്സിലായോ? ഇപ്പൊ എന്റെ കുട്ടിയെ മനസ്സിലായോ? ശരിക്കും ചാച്ച പോയതില്ല. ഹായ്. ഓ വാവ്. ദേ ഞാൻ എപ്പോഴോ ഒരു മാല. ഓ അടിപൊളി അടിപൊളി സൂപ്പർ. താങ്ക് യു ചായ. ഐ ലവ് യു. അതൊക്കെ നടന്നു. മനസ്സിലായോ അവൻ ആരാന്ന്? എന്റെ പൊന്നിച്ചായ ഉമ്മ. അടിപൊളി. അതെ അതെ അതെ. എന്റെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു. എപ്പോഴും എനിക്കിങ്ങനെ കുരിശ് വളർന്ന വേണമെന്ന് എപ്പോഴോ പറഞ്ഞു ചേച്ചാ. പക്ഷെ ഇതുകൊണ്ട് കറക്റ്റ് അതൊക്കെ ഓർമ്മിച്ചു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിപ്പോ കേട്ടോ. ഓ സന്തോഷം. ഞാൻ ഇട്ട് കാണിച്ചാലോ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇട്ട് കാണിച്ചാൽ മാത്രം പോരാ. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അത് ഇട്ടുകൊണ്ട് ഒരു പാട്ടും കൂടെ പാടണം കേട്ടോ. അവന് വേണ്ടി ഒരു പാട്ടുകൂടെ പാടേ. ഒരു പാട്ട് പാടാം. പാടാ. എനിക്കൊരു പാട്ട് മനസ്സിൽ വരുന്നുണ്ട്. അത് പാടാം. ആണോ? ഓക്കെ ഓക്കെ. എന്നാ ഇട്ട് കാണിച്ചേ. അപ്പൊ ഞാൻ ഇച്ചാനെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല സൂപ്പർ ക്യൂട്ട് മാല കേട്ടോ. ഒരു കുരിശു കേട്ടോ. കുഞ്ഞി കുരിശോ. ഇച്ചായ ഒത്തിരി സന്തോഷം. സോ മച്ച്. എങ്ങനെയുണ്ട് എന്റെ മോൻ? എങ്ങനെയുണ്ട്? ഞാൻ ഒട്ടും പ്രതീക്ഷ. ഞാൻ എന്നിട്ട് ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചായ വാലന്റൈൻസ് ഡേ ഒക്കെയാണ്, നമ്മള് രണ്ടുപേരും അവിടെ എവിടെയാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് തന്നെയല്ല, ലോകത്തിലും ആദ്യമായിരിക്കും സ്വന്തം ഭർത്താവല്ലാതെ അമ്മായിമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ അപ്പനോ ആരെങ്കിലും തരുന്നത്. അതെ അതെ. ഇച്ചായൻ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് പോയതാണ് കേട്ടോ. ഇച്ച അത്രയ്ക്കും എല്ലാ കാര്യം ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സർപ്രൈസ് തരുന്നത്. ഭയങ്കര വിചാരിക്കത്തില്ല കേട്ടോ.
എപ്പോഴും അത് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിപ്പോ ആദ്യം 1-2 പ്രാവശ്യം ഒന്നും എപ്പോഴും അങ്ങനെയാണ്. ഒത്തിരി താങ്ക് യു സോ മച്ച്. അവൻ ചെറുപ്പം അങ്ങനെ അവന് ഒന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ ഉള്ളിലുണ്ടാവൻ അവന്റെ നോട്ടം അവൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും എന്ത് കാര്യം. എല്ലാവരുടെ കാര്യത്തിൽ ഭയങ്കര കെയറിങ് ആയിരിക്കും. അവൻ തന്നെ അല്ലാട്ടോ, എല്ലാ പിള്ളേരും അങ്ങനെയാട്ടോ, 3 പേരും അങ്ങനെയാണ്. അവനൊരു ഇച്ചിരി പ്രത്യേകതയുണ്ട്. നിങ്ങൾ കാണുന്നുള്ളൂ, നിങ്ങൾക്ക് തന്നെ ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ അവനൊരു ഇച്ചിരി കൂടെ സ്നേഹം പറഞ്ഞ് അല്ലെ സംസാരിച്ച് പുറത്ത് പ്രകടിപ്പിക്കും. മറ്റൊരു ഇതുപോലെ തന്നെയാണ്. എന്നാലും അത്ര അങ്ങ് കാണിക്കാനൊന്നും ഇത്ര അറിയത്തില്ല കേട്ടോ. എല്ലാം ചെയ്യും, വായിക്കൊണ്ട് പറയാനൊന്നും അത്ര ചെയ്യില്ല കേട്ടോ. സംസാരങ്ങളൊക്കെ ഇച്ചിരി ലിമിറ്റാണ്. നിങ്ങളെല്ലാം കാണാന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലോ. അപ്പൊ എങ്ങനെയാ അവന് വേണ്ടി ഒരു പാട്ട് പാടാൻ വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കേട്ടോ. അവിടെയും ഞാൻ ഇവിടെ ആയപ്പോ മാത്രം ഈ പാട്ട് പാടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മാത്രം പാടുന്നത്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കു മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്ക് നീ മാഞ്ഞതല്ലേ, പ്രിയനേ നീ കാണുന്നുവോ ഇൻമിഴികൾ നിറയും നൊമ്പരം, ഇന്നും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നും ഓർക്കുന്നു ഞാൻ, വീണ്ടും ഓർക്കുന്നു ഞാൻ, അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. സൂപ്പർ. ദൂരെയായിട്ട് മാത്രം കേട്ടോ. ചായ ഒരുമിച്ച് വേറെ പാട്ട് ഞങ്ങൾ പാടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞങ്ങള് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ നിമിഷയ്ക്ക് പോകാൻ നിർത്തിയായി, പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാലോ ഒന്നൊക്കെ എടുത്ത് ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നേ കേട്ടോ. അത് ഞങ്ങൾ പിന്നീട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം. നിമിഷയ്ക്ക് ഓഫുള്ള ദിവസം ഞങ്ങൾ വരാം കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ ഒന്നും കൂടെ പറയുകയാണ്, ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രത്യേകം പറയണം. അതെ, നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇപ്പം കൂടുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ നമ്മുടെ വക. എല്ലാവരും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെ വരെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കേട്ടോ. ബൈ.